തേർഡ് ഡേ ഗൈസ്. നമ്മളിപ്പോൾ ജബൽ സംഹാൻ, എവിടെ പ്രസിക്ക? ജബൽ സംഹാനിലാണ് നമ്മൾ ഇന്നലെ പോയി വ്ലോഗ് ഇന്നലെ നിർത്താൻ പറ്റിയില്ല അല്ലേ? ഐ മീൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ. ഓ അവിടെ ക്ലൗഡ്സ് ഒക്കെ വ്യൂ കാണിച്ചു കേട്ടോ. എനിക്കിതൊന്നും പുത്തിരിയല്ല, എനിക്കിതൊക്കെ ഞാൻ ഇവിടെ ഒക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ? നിങ്ങൾക്കല്ലേ ഭയങ്കര അതിശയം കാര്യങ്ങളൊക്കെ വരേണ്ടത്. ക്ലൗഡ്സ് ആണ്, നമ്മളിപ്പോൾ ഏറ്റവും മേലാണ് നമ്മളുള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവിടെയാണ് വ്യൂ. ഇങ്ങനെ വേണം. അപ്പോൾ നല്ല വെട്ടം, നല്ല വെട്ടം, തണുപ്പുണ്ട്, പക്ഷേ സൂര്യനും ഉണ്ട്. ഊട്ടി പോയത് സൺബേൺ അടിക്കും. ഇവിടെ എന്തോ പണി നടക്കുന്നത്, എനിക്കൊന്ന് എലിവേറ്റ് ചെയ്യണേ തോന്നുന്നു. വെയിലിന്റെ ചൂടറിയില്ല, തണുപ്പുണ്ടാവും, പെട്ടെന്ന് സൂര്യാഘാതം. എൻ്റെ ഉമ്മ ഭയങ്കര ഷൈയാണ് ക്യാമറയിൽ വരാൻ. അതെ അതെ, ഉമ്മാനെ ഞാൻ ഫേമസ് ആക്കും. ഇനി അങ്ങോട്ട് ഇനി പോവാൻ പറ്റൂലേ ഗൈസ്. ഷാഡോ ക്ലൗഡ്സ് ഇല്ലാന്ന് തോന്നുന്നു അധികം. നോക്കട്ടെ, ഇല്ലടാ. അവിടെ ഇത്തിരി ഉണ്ട്, പക്ഷെ എന്നാലും അവിടെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. അവിടെ ഉണ്ട് ക്ലൗഡ്സ് എങ്ങനെ. വാവ്, അടിപൊളി. അവിടെ ക്ലൗഡ്സ് ഉണ്ട്. എങ്ങനെയുണ്ട് സ്ഥലം? എന്താണ് അഭിപ്രായം? അതെ, പക്ഷെ ഇവിടെ വരെ ഇങ്ങനെ ഫുള്ള് മൂടി കിടക്കലുണ്ട് ക്ലൗഡ്സ്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ വരെ പോവാം. അങ്ങനെ നമ്മൾ മലകൾ താണ്ടി നമ്മൾ ക്ലൗഡ്സ് കാണാനെത്തി. ബട്ട് ക്ലൗഡ്സ് ഉണ്ടായിട്ടില്ല. നമ്മൾ പോകുന്ന ടൈമിലാണ് കണ്ടില്ലേ ക്ലൗഡ്സ് അല്ല, ഫോഗാണ്. അതിങ്ങനെ വന്നു ഗൈസ്. നമ്മൾ വിചാരിച്ചിട്ടില്ല നമുക്ക് ഈ വ്യൂ കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ ജബൽ സംഹാൻ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ക്ലൗഡ്സ് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് അവിടെ നിർത്തണോ? ആ ഭാഗത്ത് വണ്ടിയുള്ള സ്ഥലത്ത് ടിപ്പിക്കൽ ഇന്ത്യൻ മോംസ്. നല്ല പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ട്. അതെ, ഇനി ഇവിടെ നിന്ന് ദർബാത്തിലോട്ട് പോകണം. നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ദർബാത്തിലെ ലൊക്കേഷൻ തെറ്റിയിരുന്നു, നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. ഗൈസ് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ വാദി ദർബാത്ത് എത്തിയിരിക്കുന്നു. കുറച്ച് ഇരുടായല്ലേ? ഖലീഫ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നാണ്. ഖലീഫിലൊരു ട്രിപ്പും കൂടെ അടി. അതെ അതെ, നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. ഇവരായിട്ട് വന്നപ്പോൾ എനിക്ക് ഈ വ്യൂസൊക്കെ ഇവരെ കാണിച്ചു കൊടുക്കാൻ പറ്റി. അതിൽ നല്ല സന്തോഷമുണ്ട്. നല്ല ചൂടായിരുന്നു ഗൈസ്, നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഖരീഫ് സീസണും അല്ലല്ലോ. വാദി ദർബാത്ത് എങ്ങനെയുണ്ട്? വാദി ദർബാത്ത് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ.
പെരുന്നാൾ ഡ്രസ്. ദുബായ് എത്രയും കട ഉണ്ടായിട്ട് ഇവിടെ വന്നെടുക്കുന്ന മഹാൻ. ഷെസാടെ ഉപ്പ ചോദിച്ചതെന്നറിയോ, ദുബായിൽ എത്രയും കട ഉണ്ടായിട്ട് ആ ബ്ലാക്ക് ഒന്ന് ജസ്റ്റ് ഇട്ട് കാണിച്ചേ. ഹായ് പറ. അതെ അതെ. ദുബായിൽ നിന്നിട്ട് ബ്രഷ് കൊണ്ടുവന്ന് നമ്മള് മൈലാഞ്ചി കൂടി വാങ്ങി. ഓക്കെ, മൈലാഞ്ചി വാങ്ങി. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് ചെന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ 2 വീഡിയോ ഒരുമിച്ചാണ് നമ്മളിന്ന് ഈ വ്ളോഗിൽ ഇടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഡ്രസ്സാത്താണ് പോണത്. ഇന്നത്തെ 3rd ഡേ ആണ്. 3rd ഡേ അല്ലല്ലോ, 4th ഡേ. നമ്മൾ ഡ്രസ്സാത്ത് വന്നിരിക്കുകയാണ്. ഇന്നലെ വീണ്ടും നമുക്ക് എന്താ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല വ്ളോഗ്. ഡ്രസ്സാത്ത് ഞാൻ ഇതൊക്കെ കണ്ടു മടുത്തതാണ്. ഇവരെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഓടുന്നത് എങ്ങനെയുണ്ട്? സീസണാണെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ ഇവിടെ ഞാൻ ചെറുതിലായിരുന്നപ്പോൾ ഞാൻ ഇവിടെ കുളിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ബ്രദർ എല്ലാവരും കുളിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ആരും ഇങ്ങനെ കുളിക്കലില്ല ഇവിടെ. ബോർഡ് തണുപ്പുണ്ടോ വെള്ളത്തിന്? വെള്ളത്തിന് തണുപ്പുണ്ടോ? പണ്ട് നമ്മളെ തോട്ടിൽ എത്ര ചെയ്തിരുന്നത്. അങ്ങനെ ഇവർ 2 പേരും കാലിട്ട് മീൻ കൊത്തുമെന്ന് പ്രതീക്ഷിച്ച് കൊത്തിയില്ല എന്നുള്ളതാണ് സത്യം. അമ്മ നടന്നു വന്നു. മോദി കേട്ടോ നമ്മൾ സ്റ്റെപ്പുകൾ താണ്ടി താണ്ടി ഗുഹയിലോട്ട് പോവുകയാണ്. ഇതൊരു വാദിഷോക്ക് പോലല്ല. വാദിഷോക്കാണ് അതിന്റെ പേര്. ഞാൻ ശരിക്കും മേലെ കയറിയിട്ട് കുറേ ഞാൻ അങ്ങനെ കയറലുണ്ടായിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അവിടെ ഒന്നും ഉണ്ടായിക്കില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് കയറിയതാണ്. ബട്ട് ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് കോഫി ഷോപ്പ് പോലെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അയൻ സഹലിനൊക്കെ എത്തിക്കാണ്. അയൻ റിസാർട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേണ്ട റിസ്ക് എടുക്കണ്ട. ആപ്പൊന്നും കയറ്റിട്ടില്ല ഇതിൽ. അയൻ സഹലിനൊത്ത് വ്യൂ കാണിച്ചു തരാം. ഓക്കെ, വണ്ടി വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാനാണ് ഇവരുടെ ടൂർ ഗൈഡ്. ഞാനാണ് ഇവർക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട്? നമ്മൾ അത് കാണിച്ചെടുക്കും ആണല്ലേ. അവിടെയാണ് നമ്മൾ മറ്റേ റോഡിൽ പോകുമ്പോൾ. അപ്പോൾ കറക്റ്റ് ഒരു വ്യൂ കിട്ടും മേലെ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇത്തലിലോട്ട് പോയി. മുഷ്കാക്കും ഫത്തീലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇരുടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഇത്തലിലോട്ട് വന്നിരിക്കണേണ്. അതിൽ മുക്കും. അതെ, ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല.
മുസ്താഖല്ല സോറി ദിസ് ഇസ് മുഷ്താഖ്. ദുബായിൽ ഇപ്പോൾ വന്നിട്ടുണ്ടോന്ന് അറിയാം, അജ്മാനിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ട്. പക്ഷേ ഈ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. ജറഫ് ഈ ടേസ്റ്റ് എന്തായാലും അവിടെ ഉണ്ടാവില്ല. പിന്നെ ഇതാണ് ഗൈസ് ഫത്തീറ. ദുബായി കിട്ടുമോന്ന് അറിയില്ല, ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലപ്പോ മറ്റേ ഇവിടെയൊക്കെ ഉണ്ടാവില്ല ലേബർ ക്യാമ്പിന്റെ ഇത് പൊറോട്ടയുടെ ഒരു മാവിന് ക്രീം ചീസും ഹണിയും, ചിലവര് ന്യൂട്രല ഇടും, മീറ്റ് ഇടും. ക്രീം ചീസ് ഇട്ട് സ്റ്റഫ് ചെയ്യും. ഇതൊന്നുള്ളൂല്ലേ? ഇതിന് മുറിക്കും. ഹണിയോടെ ഹണി മേലെ ഇങ്ങനെ ഇടാം, ലാസ്റ്റ് പ്ലേറ്റിൽ വെച്ചിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത് ഫത്തീറ ഹണി ചീസ്. ഇത് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഹണി ചീസാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഓർഡർ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഇത് ചൂട് പോയാൽ കൊള്ളൂല. ദിസ് ഈസ് ഫത്തീറ. ഫുഡ് വരുന്നതും കണ്ട് തീരുന്നതും കണ്ട് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട് മുഷ്താഖും ഫത്തീറയും. മുഷ്താഖ് കലാസായി, ഫത്തീറയും ഒറ്റടിക്ക് അൽസി. ദുബായ് കിട്ടൂല, ഇത് മൂന്നും ദുബായ് കിട്ടില്ല. അതെ, മൂന്നും ദുബായ് കിട്ടും. ഇത് കിട്ടും, പക്ഷെ ടേസ്റ്റ് എങ്ങനെയാന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഫത്തീറ ഓർഡർ ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. എൻ്റെ ഉപ്പ ഉണ്ടാക്കിയില്ല, ഉപ്പാക്ക് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കഴിക്കാൻ പോയി. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ, അടുത്ത വ്ളോഗിൽ കാണാം.